പിന്നെ നമ്മുടെ സമ്മതിദാനാവകാശം നമ്മൾ രേഖപ്പെടുത്തുക നമ്മുടെ നാടിന് ഏറ്റവും അത്യാവശ്യ കാര്യമാണ്. എനിക്കൊന്ന് ഇത്തവണ വോട്ട് പെർസെൻറ്റേജ് കൂടുതലാണെന്ന് തോന്നുന്നു. കുറച്ച് എല്ലാവരും വരുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല കാര്യം. ഞാനത് രേഖപ്പെടുത്തി. എല്ലാ കൊല്ലവും ഇവിടെ തന്നെയാണോ വോട്ട് ചെയ്യുക? അല്ല, എനിക്ക് 2 പ്രാവശ്യമായിട്ട് ഇവിടെ. അതിന് മുമ്പ് സ്കിൽ ടെക് എന്ന് പറയുന്ന അപ്പുറത്തെ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നിരിക്കുകയാണ്. ജഡ്ജ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അതിൽ കുറ്റം ചെയ്തവരെ അവർക്ക് ശിക്ഷ കൊടുത്തിരിക്കുന്നു. പക്ഷേ അതിനകത്ത് ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടില്ല. ഗൂഢാലോചനയുണ്ടെന്നാണ് അതിജീവിത പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗൂഢാലോചന തെളിയിക്കപ്പെടണം. അപ്പോൾ അത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും കോടതിയുടെയൊക്കെ പോലീസിൻ്റെയൊക്കെ ഒരു ബാധ്യത കൂടാണ്. കാരണം ഇങ്ങനൊരു അറ്റാക്ക് ഒരു സെലിബ്രിറ്റിയെ വളഞ്ഞിട്ട് 3-4 ഡ്രൈവർമാർ ചേർന്ന് അത് നടത്തും എന്ന് ഞങ്ങളെപ്പോലുള്ളവർ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ പിന്നിൽ ആരോ ഉണ്ട്. അത് തെളിയിക്കട്ടെ. അതിനകത്ത് ഇപ്പം ദിലീപ് കുറ്റമുക്തനാണെന്ന് വെറുതെ വിട്ടു. പക്ഷേ അതിജീവിത പറയുന്നു ഇതിനകത്ത് ഗൂഢാലോചന ഉണ്ടെന്ന്. അപ്പോൾ അത് പോലീസിൻ്റെയും നമ്മുടെ നീതിന്യായ സംവിധാനത്തിൻ്റെയും ചുമതലയാണ്. അക്കാര്യത്തിൽ ഞാൻ അതിജീവിതയുടെ ഒപ്പമാണ്. അത് തെളിയിക്കണം. അതാണ് എനിക്ക് എൻ്റെ അഭിപ്രായം. അത് കോടതി തീരുമാനിക്കട്ടെ. അതാണ് കോടതി തീരുമാനിക്കേണ്ടത്. കാരണം ആ കുട്ടി പറയുന്നു ഇതിനകത്തൊരു കോൺസ്പിറസി ഉണ്ട്, ഇതൊരു കൊട്ടേഷനായിരുന്നു എന്ന് പറയുന്നു. അത് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ കോടതിയും പോലീസും ഒക്കെ അത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോഴും സ്ട്രോങ് തന്നെയാണ്. കാരണം പെൺകുട്ടികൾക്കെതിരെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലൊരിടത്തും എനിക്ക് തോന്നുന്നു ലോകത്തൊരിടത്ത് പോലും കേൾക്കാത്ത ഒരു റേപ്പിന് കൊട്ടേഷൻ എന്ന് പറയുന്നതിനോട് നമുക്കൊരിക്കലും യോജിക്കാൻ പറ്റില്ല. കുട്ടി അനുഭവിച്ച തീവ്രമായ വേദന, അപഹാസം ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആ കുട്ടിയുടെ ഒപ്പം തന്നെയാണ്. അതുകൊണ്ട് അത് തെളിയിക്കപ്പെടട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. അതിപ്പോൾ സംഘടനകൾ അത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സംഘടനകൾ അദ്ദേഹത്തെ അന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോടതി വിധി വന്ന നിലയ്ക്ക് അവരെ തിരിച്ചെടുക്കുന്നതിലൊന്നും നിയമപരമായിട്ട് തെറ്റില്ല. പക്ഷേ അതിനകത്ത് കാണിക്കുന്ന ഒരു അമിതാവേശം ചിലപ്പം ഈ സംഘടനകളുടെ ഉള്ളിലിരിപ്പ് വെളിയിൽ കൊണ്ടുവരും. കാരണം ജഡ്ജ്മെൻറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഇന്നലെ എല്ലാ സംഘടനയുടെ ആൾക്കാർ അങ്ങനെയൊക്കെ സംസാരിച്ചു എന്ന് കേട്ടു. അത്ര അമിതാവേശം കാണിച്ചാൽ ചിലപ്പോൾ അവർ നമ്മുടെ ജനത്തിന് തോന്നും ഈ സംഘടന സ്ത്രീകളുടെ പക്ഷത്തല്ല എന്ന് തോന്നും. അല്ലാതെ നിയമപരമായിട്ട് ദിലീപ് തിരിച്ചു വരുന്നതിനൊന്നും ഇനി ഞാൻ തെറ്റ് കാണുന്നില്ല. പക്ഷേ സംഘടന തിരിച്ചെടുക്കുന്നതിന് കുഴപ്പമില്ലെങ്കിലും അവരൊരു ഓവർ ആവേശം കാണിച്ചാൽ ചിലപ്പോൾ അത് ജനങ്ങളുടെ മുന്നിൽ സംഘടനയുടെ ഒരു മനസ്സിലിരിപ്പ് വെളി വരുമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനൊക്കെ സമയമുണ്ടല്ലോ. അത് വരുന്നതിന് മുമ്പ് ജഡ്ജ്മെൻറ്റ് പോലും വരുന്നതിന് മുമ്പ് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഈ രണ്ടുപേരും നമ്മുടെ സിനിമ കുടുംബത്തിൽപ്പെട്ടവരാണ്. ദിലീപ് വെറുതെ വിട്ടെങ്കിൽ ദിലീപൊക്കെ അന്ന് അറസ്റ്റ് ചെയ്തപ്പം ഞെട്ടിയ ആൾക്കാരാണ് നമ്മളൊക്കെ. ഞാനൊക്കെ അതിനകത്ത് ദിലീപിനെ അന്ന് സംസാരിക്കുമ്പോൾ ദിലീപ് പറയുന്നത് ഞാൻ അതിനകത്ത് കുറ്റക്കാരനല്ല. അപ്പം നമ്മൾ പറഞ്ഞെന്താ, നീ നിയമത്തിൻ്റെ മുന്നിൽ പോയി അത് തെളിയിക്കൂ സുഹൃത്തെ എന്നാണ് പറഞ്ഞത്. തെളിയിച്ചു. അങ്ങനെ തിരിച്ചെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ജഡ്ജ്മെൻറ്റൊക്കെ വന്നിട്ട് അങ്ങനെ പറയുന്നതായിരുന്നു നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാം ആയില്ലേ? അതെ, ശിക്ഷ വിധിച്ചിരിക്കുന്നു. അതിനകത്ത് നേരിട്ട് പങ്കെടുത്തവരെ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഗൂഢാലോചന തെളിഞ്ഞിട്ടില്ല. അതിജീവിത ഇപ്പോഴും പറയുന്നു ഗൂഢാലോചനയുണ്ട്. കേരള സമൂഹത്തിനും അക്കാര്യത്തിൽ അവരുടെ ഒരു മനസാക്ഷിയിലൊരു തോന്നലുണ്ട്. കാരണം ഇതുപോലൊരു കൊട്ടേഷൻ ഒക്കെ കൊടുത്ത് ഒരു വലിയ ക്രിമിനൽ സംഭവം നടന്നിരിക്കുന്നു. കൊട്ടേഷനാണെന്ന് അതിജീവിത പറയുന്നു. അപ്പോൾ ആ ഗൂഢാലോചന തെളിയണം. ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള ഗൂഢാലോചനയാണെങ്കിൽ അത് വെളിയിൽ കൊണ്ടുവരാൻ നമ്മുടെ സർക്കാരിനും പോലീസിനും കോടതിക്ക് പോലും അതിനകത്ത് കടമയുണ്ട്. കാരണം നമ്മളൊക്കെ പറയുന്നത് നമ്മൾ സ്ത്രീപക്ഷ
നിലപാടുള്ളവരാണെന്നാണ്. അപ്പോൾ ആ നിലപാടുള്ളവർ വേറെ എന്താണ് ഇതിനകത്ത് സംഭവിച്ചത്, ഏതായാലും 2-3 ഡ്രൈവർമാർ കൂടിച്ചേർന്ന് അങ്ങനെ ഇതുപോലൊരു ആക്ട്രസിനെ വളഞ്ഞിട്ട് ആക്രമിച്ച് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോകാമെന്നൊക്കെ കേട്ടിട്ടില്ല. ഇന്ത്യയിൽ പോലും ലോകത്ത് പോലും ഇല്ലാത്തൊരു സംഭവമായിരുന്നു അത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ മനസാക്ഷി അതിജീവിതയുടെ കൂടാണ്. അപ്പോൾ ഇതിൻ്റെ ഗൂഢാലോചന ഉണ്ടെങ്കിൽ സർക്കാർ തെളിയിക്കട്ടെ, കോടതി തെളിയിക്കാൻ ബാധ്യസ്ഥരാണ്. അതിനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോട്ടെ. ഇതിൽ ഈ അന്വേഷണത്തിലോ അതോടൊപ്പം തന്നെ വിചാരണക്കിടയിലൊക്കെ പലതരത്തിലും അട്ടിമറികൾ നടന്നു എന്നൊക്കെ പറയുന്നുള്ള ആക്ഷേപങ്ങളുണ്ട്. അതിനെപ്പറ്റി നമുക്കൊന്നും അറിയില്ലല്ലോ. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞാനൊക്കെ അതിജീവിതയ്ക്കൊപ്പം നിന്നതാണ്. ദിലീപിനോട് പറഞ്ഞത് ദിലീപിൻ്റെ സത്യം തെളിയിക്കൂ, നിയമത്തിൻ്റെ മുന്നിൽ സത്യം തെളിയിക്കൂ. അയാളത് തെളിയിച്ചു. അട്ടിമറി നടന്നു എന്ന് പറയുമ്പോൾ ഈ കോടതിയെപ്പറ്റിയൊക്കെ ഒത്തിരി ഇതുവരെ നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ, മറ്റേ എന്താ പറയുക, നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് അതിജീവിത തന്നെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അക്കാര്യത്തിൽ കോടതികളുണ്ടല്ലോ വേറെയും, അവർ തീരുമാനിക്കട്ടെ. ഒത്തിരി ആരോപണം വന്ന സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു ഈ കോടതിയിൽ നിന്നൊരു മേൽക്കോടതി പറഞ്ഞാൽ കുറച്ചുകൂടെ വിശ്വാസ്യത ഉണ്ടാകും എന്നുള്ളതിൽ അതൊരു സത്യമാണ്. കാരണം അത്രമാത്രം ആരോപണം നമ്മൾ കേൾക്കാത്ത രീതിയിൽ കോടതിയെപ്പറ്റി സത്യമാണെന്നും നമുക്കറിയില്ല, കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വരട്ടെ, ഒരു മേൽക്കോടതി കുറഞ്ഞാൽ കുറച്ചുകൂടെ വിശ്വാസ്യതയാകും. അക്കാര്യം അങ്ങനെ എനിക്ക് പറയാനുള്ളൂ. ദിലീപിനെ കുറ്റവിമുക്തമാക്കിയത് പൂർണ്ണമായിട്ടും സമൂഹത്തിന് ഒരു കൺവിൻസിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് അതിലെന്തോ ഇപ്പോഴും ഒരു ദുരൂഹതയുണ്ടെന്നോ പണത്തിൻ്റെ സ്വാധീനമൊക്കെ ഉണ്ടെന്നൊക്കെയാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ദിലീപ് കുറ്റം അല്ല, നമ്മൾ നിയമത്തെ ആദരിക്കുന്ന, നീതി സംവിധാനത്തെ ആദരിക്കുന്ന സമൂഹമാണ്. അവിടെ ഒരു കോടതി പറഞ്ഞിരിക്കുന്നു ഇയാൾ കുറ്റവിമുക്തനാണ്, നമ്മളത് ആദരിച്ചേ പറ്റത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടണമല്ലോ. അത് തെളിയിക്കാനായിട്ട് ബാധ്യതയുണ്ടല്ലോ. സർക്കാർ എന്താണ് പറഞ്ഞത്, പോലീസ് എന്താണ് പറഞ്ഞത്, ഇതൊരു വലിയ കൊട്ടേഷനായിരുന്നു എന്ന് ശക്തിയുക്തം പറഞ്ഞവരാണ്. അവർക്ക് തെളിയിക്കാൻ ബാധ്യതയുണ്ട്. അപ്പം അത് ഉണ്ടെന്നല്ലാതെ പിന്നെ കാശിൻ്റെയും എന്താ പറയുക അവരുടെ പിടിപാടൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അക്കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ അത്തരം കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഇതും അതുമായിട്ടൊന്നും ഞാൻ കൂട്ടിക്കുഴയ്ക്കുന്നില്ല. ഈ സുപ്രീം കോടതി ജഡ്ജിമാരുടെ വീട്ടിൽ നിന്ന് പോലും കെട്ടുകണക്കിന് നോട്ടെടുത്തിട്ട് അതിൻ്റെ ഇംപീച്ച്മെൻറ്റ് പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തെ പറ്റിയൊന്നും കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സിനിമാ സംഘടനകൾ അന്ന് അദ്ദേഹത്തെ പുറത്താക്കിയെങ്കിൽ ഇന്ന് നിയമപരമായിട്ട് അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നതിനൊന്നും ഒരു നിയമപരമായിട്ട് കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ എനിക്ക് തോന്നിയത് ഇന്നലെ വിധി വന്നിട്ട് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് പോലും വരുന്നതിന് മുമ്പ് ഒരു ആവേശം സിനിമാ സംഘടനാ നേതാക്കന്മാർ കാണിക്കുന്നത് ഈ സംഘടനാ നേതാക്കന്മാരുടെ ഉള്ളിലിരിപ്പ് സ്ത്രീപക്ഷമാണോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അവർക്കൊരു നിഷ്പക്ഷതയാണോ എന്നൊക്കെ ഒരു തോന്നലുണ്ടാകും. അതിനുള്ള ടൈമുണ്ടല്ലോ. ഒരു അമിതാവേശം അക്കാര്യത്തിൽ കാണിക്കേണ്ട കാര്യമില്ല. ദിലീപിനെ വെറുതെ വിട്ടെങ്കിൽ അവർക്ക് തിരിച്ചെടുക്കാം. പക്ഷേ അത് ജഡ്ജ്മെൻറ്റ് പോലും വരുന്നതിന് മുമ്പ് അങ്ങനെ കയറി പറയേണ്ടിയിരുന്നോന്ന് എനിക്കൊരു തോന്നലുണ്ട്. അതൊക്കെ അവരുടെ ഇഷ്ടം. നേരത്തെ പറയപ്പെട്ടിരുന്ന ഈ പവർ ഗ്രൂപ്പിൻ്റെ ഒക്കെ തലപ്പത്തേക്കായിരിക്കുമോ ദിലീപിന് തിരിച്ചു വരാൻ? അതാണ് ഈ സംഘടനകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഇനി അങ്ങനെ പവർ ഗ്രൂപ്പൊന്നും ഇവിടെ ഉണ്ടാകത്തൊന്നുമില്ല. അതിനുള്ള ചങ്കൂറ്റൊന്നും ഉള്ളവനാരുമില്ല. പവർ ഗ്രൂപ്പൊക്കെ അവർ ജനത്തിൻ്റെ മുന്നിൽ അത് നമ്മൾ ഓപ്പൺ ചെയ്യപ്പെട്ടു. അത്തരം പവർ ഗ്രൂപ്പുകളൊക്കെ ഇന്ന് കൈകാലിട്ടടിക്കുന്ന ഒരവസ്ഥയാണ്. അതൊന്നും ഇനിയും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, അത് ഞാൻ പണ്ടൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. ദിലീപിൻ്റെ അറസ്റ്റിന് മുമ്പും ദിലീപിൻ്റെ അറസ്റ്റിന് ശേഷവും, അതിനുശേഷമാണല്ലോ ഈ ഹേമ കമ്മിറ്റിയോ ഒക്കെ വന്നത്. ഇപ്പോൾ ഗവൺമെൻറ് കോൺക്ലേവ് വിളിച്ചു കൂട്ടാനും നിയമം ഉണ്ടാക്കാനും ഒക്കെ പോണത് അതിൻ്റെ ഭാഗമാണല്ലോ. അത് അറിഞ്ഞോ അറിയാതെയൊക്കെ അങ്ങനെ സംഭവിച്ചു പോയതാണല്ലോ. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് കുറച്ചുകൂടി നീതിപൂർവമായിട്ട് കാര്യങ്ങളൊക്കെ പോകുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്.